ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് 2025 ഏപ്രിൽ മാസം 23-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും ഏറ്റവും അനുഗ്രഹവും നന്മയും സന്തോഷവും നിറയുന്ന ഒരു ധന്യദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 19-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 32 വേഴ്സ് 19 നാം ഇപ്രകാരം വായിക്കുന്നു: നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ആകുന്നു. ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു. പ്രവാചകനായ യിരെമ്യാവ് ഇതാ കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ട സമയത്ത് ആധാരമേൽപ്പിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ വിളിച്ചു പറയുന്ന അനേക കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി കരയുന്ന പ്രവാചകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന യിരെമ്യാവ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ജാതികളുടെ പ്രവാചകനായി നിയോഗിതനാവുകയും ആ ശുശ്രൂഷ ധന്യമാവണ്ണം അനേക പ്രതികൂലങ്ങളിൽ കൂടെ നിർവഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ യിരെമ്യാ വിളിച്ചു പറയാണ്, നീ പ്രവൃത്തിയിൽ വലിയവനാണ്, ശക്തിമാനാണ്, ആലോചനയിൽ ഭയങ്കരനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം, മഹത്വം, മഹിമ, ഔന്നിത്യം ശരിക്കും നാം ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നാം കരുതുന്നത് നമ്മുടെ കുറിച്ച് സാമ്പത്തിക പ്രശ്നം, ആരോഗ്യ പ്രശ്നം, കുഞ്ഞുങ്ങളുടെ വിഷയം, ജോലി, വിസ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനും നടത്തിത്തരാനും ഒരാൾ. അതിനപ്പുറത്തൊരു വിഷയം വന്നാൽ ഞാൻ ഇന്ന ആളിനെ കണ്ടതുകൊണ്ട്, ഇത്ര രൂപ മുടക്കിയത് കൊണ്ട്, ഇന്നത് ചെയ്തതുകൊണ്ട്, എനിക്ക് ഇന്ന ആളുമായി വളരെ അടുപ്പമുള്ള ശക്തമായ ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് ഈ കാര്യമൊക്കെ നടന്നു. ഇതാണ് നാം അറിഞ്ഞും അറിയാതെയും പലപ്പോഴും ധരിച്ചിരിക്കുന്നതും നമ്മുടെ സംസാരത്തിൽ വരുന്നതും. എന്നാൽ ഈ അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിടുതലുകളും നന്മയും സൗഖ്യവും ആരോഗ്യവും സകലതും ദൈവത്തിന്റെ ദാനമാണ്. പ്രവൃത്തിയിൽ വലിയവനായവൻ, ശക്തിയുള്ളവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് നാം ഇന്ന് ആരോഗ്യത്തോടും സൗഖ്യത്തോടും, ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നതും ദൈവത്തിന് വേണ്ട വില കൊടുക്കാത്തതും. നമ്മളൊക്കെ ഓരോ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ആരെ കണ്ടാൽ, ആരെ പിടിച്ചാൽ ഈ കാര്യം നടക്കും എന്ന് വിഷണരായി ഓടുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെയൊക്കെ വളരെ ശാന്തനായി, ഇമ്മാനുവേലായി നമ്മോടൊപ്പം നടന്നു നീങ്ങുകയും നാം അറിയാത്ത വഴിയിൽ കൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരികയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നാം മറന്നാൽ, ആ ദൈവത്തെ നാം വിട്ടുകളഞ്ഞാൽ, ആ ദൈവത്തിന് യോഗ്യമായ നന്ദി കരയറ്റാതെ ഓർക്കാതെ പോയാൽ, ഇന്നത്തെ വാഗ്ദത്ത വചനം തുടർന്നു പറയുകയാണ്, അവൻ എല്ലാവരെയും സൂക്ഷ്മമായി നോക്കുന്നു,
അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കേണ്ടതിന് നമ്മെ ഓരോരുത്തരെയും ദൃഷ്ടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ പരസ്യവും രഹസ്യവുമായ ജീവിതത്തിന്റെ അവസ്ഥകൾ, നമ്മുടെ സകല കാര്യങ്ങളിലും ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ജീവജലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മളുടെ ഓരോ വഴികളിലും ദൈവത്തിന്റെ കണ്ണുണ്ട്, ദൈവത്തിന്റെ ശ്രദ്ധയുണ്ട്, ദൈവത്തിന്റെ നോട്ടമുണ്ട്. ആ ഒരു വലിയ തിരിച്ചറിവോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് ആലോചനയിൽ ഭയങ്കരനായവൻ, പ്രവൃത്തിയിൽ ശക്തനായവൻ, നമുക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ മതിയായവനാണ്. ഈ പ്രഭാതത്തിൽ ഈ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ചിലരെങ്കിലും നിങ്ങളുടേതായ ചില വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരാണ്. ചിലർ മക്കളുടെ കാര്യത്തിൽ, ചിലർ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ കാര്യത്തിൽ, മാതാപിതാക്കളുടെ കാര്യത്തിൽ, ജോലിയിൽ വളരെ പെട്ടെന്ന് നേരിട്ട പ്രതിസന്ധി, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ആരോഗ്യ പ്രയാസങ്ങൾ, പെട്ടെന്ന് നാം കേൾക്കേണ്ടി വന്ന മെഡിക്കൽ റിപ്പോർട്ടിനാൽ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടാവാം. അല്ല, മാനസിക സംഘർഷങ്ങൾ, കുടുംബജീവിതത്തിന്റെ തകർച്ചകൾ, ആരോടും പറയാൻ പറ്റാത്ത വ്യക്തിപരവും രഹസ്യവുമായ ചില വിഷയങ്ങൾ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതിന്മേൽ പ്രവർത്തിക്കുവാനും ഇടപെടുവാനും നീക്കുപോക്ക് തരുവാനും നാം വിളിക്കുന്ന, നാം വിശ്വസിക്കുന്ന ഈ വലിയവനായ ദൈവം മതിയായവനാണ്. ആകയാൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, എത്ര ലളിതമോ എത്ര കാഠിന്യമേറിയതുമായിക്കൊള്ളട്ടെ, എത്ര പഴകിയതും ആയിക്കൊള്ളട്ടെ, അതിനെ മാറ്റുവാൻ, അതിന് ശാശ്വത പരിഹാരം തരുവാൻ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം മതിയായവനാ. ആ ദൈവത്തിൽ പരിപൂർണമായി ശരണപ്പെട്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവത്തിന്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഇരുന്ന് നാം കടന്നു പോകുന്ന ജീവിതത്തിന്റെ കല്ലും മുള്ളുമേറിയ കൈപ്പേറിയ നിയമക്കുരുക്കിന്റെ പ്രശ്നം, നാം അറിയാതെ നമ്മെ ചതിച്ച, മറ്റുള്ളവരുടെ ചതിക്കുഴിയിൽ പെട്ടുപോയ ജീവിതത്തിന്റെ വേദനയേറിയ അവസ്ഥകൾ സകലത്തിന്മേലും എന്റെ കർത്താവ് വിടുതൽ തരുവാൻ മതിയായവനാ. ആ ദൈവം ഇന്ന് പകൽ നിങ്ങളെ ഓരോരുത്തരെയും ആശ്വസിപ്പിച്ച് വിടുതലയച്ച് കൃപയാൽ നടത്തട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായി ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും ദൃഷ്ടി വെച്ച് നോക്കുന്നവനാണെന്ന് യിരെമ്യാവിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അപ്പാ, വേദന നിറഞ്ഞ, സങ്കടം നിറഞ്ഞ അനുദിന ജീവിതയാത്രയിൽ അവിടുത്തെ കരുതൽ കാവൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഇന്ന് ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ വേദനയോടും സങ്കടത്തോടും വിഷമത്തോടും ഭാരത്തോടും ഈ അതിരാവിലെ അടുത്തു വരിക. അപ്പന്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടണം. അപ്പ, വേദനിക്കുന്ന, നീറുന്ന, സങ്കടപ്പെടുന്ന ചിലർ അതിരാവിലെ ഈ വാഗ്ദത്ത വചനവുമായി അടുത്തു വരുന്നു. അപ്പനവരെ കാണണമേ, ആശ്വസിപ്പിക്കണമേ, വിടുതൽ അയക്കണമേ. ഇന്നത്തെ ദിനം ഏറ്റവും അനുഗ്രഹത്തിന് ദിനമാക്കണം. ഞങ്ങളുടെ ഗമന ആഗമനങ്ങളെ അപ്പൻ സ്ഥിരമാക്കണം. സ്വർഗീയ നന്മകൾ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇത്ര വലിയവനും ശക്തിമാനും ഭയങ്കരനുമായ ഒരു തമ്പുരാൻ നമ്മളോടൊപ്പമുള്ള സ്ഥിതിക്ക് നാം എന്തിനു വിഷമിക്കണം? നാം എന്തിനു ഭാരപ്പെടണം? അതുകൊണ്ട് നമ്മുടെ സകല ഭാരങ്ങളും വിഷമങ്ങളും
ആ കർത്താവിൻ്റെ പാദാന്തികെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതങ്ങളെ മുൻപോട്ട് നയിക്കാം. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ദൈവകൃപയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless us all.